പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ 5th സെമസ്റ്ററിലെ ഫസ്റ്റ് കോർ പേപ്പറാണ് ഫിസിക്കൽ എക്കണോമിക്സ്. ഫിസിക്കൽ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടേറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതെങ്ങനെ ലഭിക്കുമെന്നതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആദ്യം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് ഫിസിക്കൽ എക്കണോമിക്സ്. ഇതിൽ 5 മൊഡ്യൂളാണ് ഈ സബ്ജക്റ്റിലുള്ളത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്കറിയാം പരീക്ഷ പേപ്പറിൽ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെതാണെങ്കിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെത്, എസ്സേ ക്വസ്റ്റ്യൻ 10 മാർക്സിൻ്റെ. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ 2 മാർക്ക് പബ്ലിക് ഫിനാൻസ്, പ്രൈവറ്റ് ഫിനാൻസ്, പബ്ലിക് ഗുഡ്സ്, പ്രൈവറ്റ് ഗുഡ്സ്, മിക്സഡ് ഗുഡ്സ്, മെറിറ്റ് ഗുഡ്സ്, ഇതൊക്കെയാണ് 2 മാർക്കിന് പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ ഇതിലെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ 5 മാർക്കിന് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ്, കമ്പാരിസന്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ്. ഇനി എസ്സേ ക്വസ്റ്റ്യനായിട്ട് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ്, കമ്പാരിസൺ വരാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യനുകൾ. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ 2 പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഇതിൽ ആദ്യം നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനാണ് പറയുന്നത്. ഈ ചാപ്റ്റർ ഒരു ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂളാണ്, അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടതുണ്ട്. ഇതിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡെവലപ്മെൻറ്റ് ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, കാനൺ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്, ഇൻസ്പെക്ഷൻ എഫക്റ്റ്, കോൺസെൻട്രേഷൻ എഫക്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇവാലുവേഷൻ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അടുത്തത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യന് വാഗ്നേഴ്സ് ഹൈപ്പോത്തിസ്, പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസ്, കാനൺ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, എഫക്റ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, കോസസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, ടൈപ്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇനി ഇതിൻ്റെ എസ്സേ ക്വസ്റ്റ്യനായിട്ട് കോസസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ, തിയറീസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ചിലപ്പോൾ നേരത്തെ ചോദിച്ച എഫക്റ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മൾ ഷോർട്ട് എസ്സേയിൽ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ എസ്സേ ക്വസ്റ്റ്യനായിട്ടും നമ്മൾ പ്രതീക്ഷിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എഫക്റ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ ചിലപ്പോൾ വരാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ കാനൺ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചറും എസ്സേ ക്വസ്റ്റ്യനായിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് മൊഡ്യൂൾ 3 പബ്ലിക് റവന്യൂ ആൻഡ് ഇൻകം ടാക്സ് കാൽക്കുലേഷൻ. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഈ മൊഡ്യൂളിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായിട്ട് 2 മാർക്കിൻ്റെ പബ്ലിക് റവന്യൂ, കാനൺ ഓഫ് ടാക്സേഷൻ, GST, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, പ്രോഗ്രസീവ്, റിഗ്രസീവ്, പ്രൊപ്പോർഷണൽ ടാക്സസ്, അഡ്വലാറൻ ടാക്സ്, ഇമ്പാക്റ്റ്, ഷിഫ്റ്റിംഗ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ, കോൺസെൻട്രേഷൻ തിയറി, ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, എക്സൈസ് ഡ്യൂട്ടീസ്, കസ്റ്റംസ് ഡ്യൂട്ടീസ്, വാറ്റ്, ടാക്സ്, ടാക്സബിൾ കപ്പാസിറ്റി. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ കാനൺ ഓഫ് ടാക്സേഷൻ, സോഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ, പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ, ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ആൻഡ് ഷിഫ്റ്റിംഗ് ഓഫ് ടാക്സ്, effect of taxation, types of taxes, direct and indirect taxes, the cost of service theory, theories of incidence of taxation, GST. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യന് ഈ ഭാഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം. ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാൻ ഇതിൽ സാധ്യതയുണ്ട്. ഇനി ഇതിൽ നിന്നുള്ള എസ്സേ ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷൻ, സോഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ, ടൈപ്സ് ഓഫ് ടാക്സേഷൻ. ഓക്കെ, ഇനി ചിലപ്പോൾ 5 മാർക്കിൽ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എസ്സേ ആയിട്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് മൊഡ്യൂൾ 4 പബ്ലിക് ഡെപ്റ്റ് ആൻഡ് ബഡ്ജറ്റ് ഇൻ ഇന്ത്യ. ഇതും 3rd മൊഡ്യൂൾ കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഇതിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ പബ്ലിക് ഡെപ്റ്റ്, എനി ടൈപ്സ് ഓഫ് ഡെപ്റ്റ്, സിങ്കിങ് ഫണ്ട്, ക്യാപിറ്റൽ ലെവി, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ്, സീറോ ബേസ് ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് ബഡ്ജറ്റിംഗ്, ഫിസിക്കൽ പോളിസി, ഡെഫിസിറ്റ് ഫിനാൻസിങ്, ബ്ലാക്ക് മണി, പ്രൈമറി ഡെഫിസിറ്റ്, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ഡെഫിസിറ്റ്, ബഡ്ജറ്റ് ഡെഫിസിറ്റ്, കോൺട്രാസൈക്ലിക്കൽ ഫിസിക്കൽ പോളിസി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ. ഇനി ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ടൈപ്സ് ഓഫ് ഡെപ്റ്റ്, ഡെപ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഡെപ്റ്റ് റിഡംഷൻ മെത്തേഡ്, ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ്, ഫീച്ചേഴ്സ് ഓഫ് ബഡ്ജറ്റിംഗ്, പ്രൊസീജിയേഴ്സ് ഓഫ് ബഡ്ജറ്റിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് ബഡ്ജറ്റിംഗ്, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ്, സീറോ ബേസ് ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് ബഡ്ജറ്റിംഗ്, ഫിസിക്കൽ പോളിസി, ഡെഫിസിറ്റ് ഫിനാൻസിങ് ഇൻ ഇന്ത്യ, ബ്ലാക്ക് മണി ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി എസ്സേ ക്വസ്റ്റ്യൻ പബ്ലിക് ഡെപ്റ്റ് മാനേജ്മെൻറ്റ്, പ്രൊസീജിയർ ഓഫ് ബഡ്ജറ്റിംഗ്. ഇനി 5 മാർക്കിൽ ചോദിച്ചാൽ ഏതെങ്കിലുമൊക്കെ 2 സീറോ ബേസ് ബഡ്ജറ്റിംഗ് ആൻഡ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ഒരുമിച്ചൊക്കെ എസ്സേ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇനി മൊഡ്യൂൾ 5 ഫെഡറൽ ആൻഡ് ലോക്കൽ ഫിനാൻസ് ഇൻ ഇന്ത്യ.
ഇതിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഫെഡറൽ ഫിനാൻസ്, ഫിനാൻസ് കമ്മീഷൻ, നീതി ആയോഗ്, ഫിസിക്കൽ ഫെഡറലിസം, ഇൻ്റർ ഗവൺമെൻറ്റൽ ട്രാൻസ്ഫേഴ്സ്. ഇനി ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് 5 മാർക്സിൻ്റെ ഫെഡറൽ ഫിനാൻസ്, ഫിനാൻസ് കമ്മീഷൻ മാറ്റർ, റെക്കമെൻഡേഷൻ ഓഫ് 15th ഫിനാൻസ് കമ്മീഷൻ, സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ, നീതി ആയോഗ്, പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ ഫെഡറലിസം, സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് ലോക്കൽ ഗവൺമെൻറ്, ഏതെങ്കിലും ലോക്കൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഈ രീതിയിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യന് സോഴ്സ് ഓഫ് റവന്യൂ അതേപോലെ എക്സ്പെൻഡിച്ചറൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. എസ് എ ക്വസ്റ്റ്യനായിട്ട് ഈ മൊഡ്യൂളിൽ നിന്ന് സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എസ് എ ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.